തൻ്റെ സഹജീവിയോടുള്ള സ്നേഹം കാണിച്ച പ്രവാചകൻ, ആ പ്രവാചകൻ്റെ ഈ ഇസ്ലാം മതത്തിൽ ബലികർമ്മം ഒരു പുണ്യകർമ്മമായിട്ട് മാറിയത് എങ്ങനെയാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു വികാരം. പടച്ചവനെ പരിചയപ്പെടുത്തുന്നതിൻ്റെ പരിശുദ്ധ ഖുർആൻ കാരുണ്യത്തിൻ്റെ പൂർണ്ണതയായിട്ടാണ്. റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിൻ്റെ നാമങ്ങൾ, പരമകാരുണികൻ, കരുണാനിധി എന്നിങ്ങനെയുള്ള തലം വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ആ ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനാധാരമായ ഒരു ജൈവിക വ്യവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ സുഹൃത്തൊരു അധ്യാപകനാണെന്നാണ് സൂചിപ്പിച്ചത്. തീർച്ചയായും ബയോളജിയിലെല്ലാം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ഇക്കോസിസ്റ്റം, ഒരു ജൈവിക വ്യവസ്ഥ, അതിൽ ഒരു ഭക്ഷ്യ ശൃംഖലയുണ്ട്. ആ ഭക്ഷ്യശൃംഖല നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഭക്ഷ്യശൃംഖല എങ്ങനെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? സസ്യത്തെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം ജന്തുവിന് സസ്യബുക്കുകളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണം മാംസബുക്കുകളും സസ്യബുക്കുകളുമെല്ലാം ചത്ത് മണ്ണടിയുമ്പോൾ അതിൻ്റെ ശരീരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരണം സസ്യത്തിന്. ഇങ്ങനെയാണ് ആ ജൈവചക്രം, ആ ചക്രം നിലനിൽക്കുന്നത്, ആ ഭക്ഷണചക്രം നിലനിൽക്കുന്നത്. ഇവിടെ സിംഹത്തെയും കടുവയെയും പുലിയെയും എല്ലാം പോലെയുള്ള ജീവജാലങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ തന്നെ സസ്യബുക്കുകളെ കൊന്നു തിന്നേ പറ്റൂ. അതേപോലെ തന്നെയാണ് ഈ ഭക്ഷ്യശൃംഖല തന്നെ. ആ ഭക്ഷ്യശൃംഖലയിൽ മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ്? മനുഷ്യന്റെ സ്ഥാനം അവന്റെ കുടലുകളുടെ ഘടനയെടുത്താലും, അവന്റെ പല്ലുകളുടെ ഘടനയെടുത്താലും, അവന്റെ ശരീരത്തിൽ തന്നെ മൊത്തത്തിലെടുത്താലും എല്ലാം നമുക്ക് മനസ്സിലാകും മനുഷ്യൻ ഒരു മിശ്ര ബുക്കാണ്. നമ്മൾ അങ്ങനെ തന്നെയാണ് മനുഷ്യനെ പരിചയപ്പെടുത്താറുള്ളത്. അപ്പോ ഈ മിശ്ര ബുക്കായ മനുഷ്യൻ അവന്റെ ശരീരത്തിന് ആവശ്യമായ പ്രോട്ടീനുകളും വൈറ്റമിനുകളും എല്ലാം ജന്തുക്കളുടെ ശരീരത്തിലും സസ്യങ്ങളുടെ ശരീരത്തിലും എല്ലാമായി തന്നെയാണ് പടച്ചവൻ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ജൈവ വ്യവസ്ഥയിൽ ജന്തുക്കളെ തിന്നുകൊണ്ട് മാത്രമേ ഏതായിരുന്നാലും ജൈവ മാംസബുക്കുകളായ ജീവികൾക്ക് നിലനിൽപ്പുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സസ്യം മാത്രം തിന്നുകൊണ്ട് ജീവിക്കാം. പക്ഷേ മനുഷ്യ പോപ്പുലേഷന് മൊത്തത്തിൽ അത് കഴിയില്ല. മനുഷ്യന് ആവശ്യമായ എല്ലാ പ്രോട്ടീനുകളും എല്ലാ വൈറ്റമിൻസും എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നൽകാൻ സസ്യത്തിന് മാത്രമായി കഴിയില്ല. അപ്പൊ അങ്ങനെയാകുമ്പോൾ ജന്തുക്കൾ മനുഷ്യന്റെ സ്വാഭാവികമായ ഭക്ഷ്യ ശൃംഖലയിൽ വരുന്നു. അങ്ങനെയുള്ള ജന്തുവിന്റെ ശരീരം ഇത് തിന്നൽ ഇസ്ലാം അനുവദിക്കുന്നു. എങ്ങനെ? അത് ജന്തുവിനെ അറുക്കുന്നത് 100% കാരുണ്യത്തോടെയും ശാസ്ത്രീയവും അതിനെ പ്രയാസപ്പെടുത്താതെയുമാണെങ്കിൽ, അതിനെ പ്രയാസപ്പെടുത്താതെ സ്വാഭാവികമായിട്ടും മരിക്കുക എന്ന സ്വാഭാവികമായ പ്രയാസമാണ്. അതല്ലാത്ത രൂപത്തിൽ അതിന് പരമാവധി കുറവ് മാത്രം വേദന അനുഭവിപ്പിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ശരീരത്തിലെ രക്തം പൂർണ്ണമായി വാർന്നൊഴുകുന്ന രൂപത്തിൽ ഉള്ള അറവ്, അത് കാരുണ്യത്തിൻ്റെ അറവായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുകയും അത് അനുവദിക്കുകയും ചെയ്യുന്നു ജന്തു ഭക്ഷണം കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. സുഹൃത്തിന് ചോദ്യം ഇതൊന്നും അല്ലെന്ന് എനിക്കറിയാം, ബലികർമ്മമാണ് ചോദ്യം. ഞാൻ പറയുന്നത് ഈ ഒരു സംഭവം നിലനിൽക്കുന്നു. അങ്ങനെയാകുമ്പോൾ ഇസ്ലാം ബലികർമ്മം പുണ്യകർമ്മമായി വെക്കുന്നു. ആ പുണ്യകർമ്മത്തിന്റെ പിന്നിൽ എന്താണ്? എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സന്നദ്ധമാണ് എന്ന പ്രഖ്യാപനത്തിന്റെ ഒരു പ്രതീകാത്മക പ്രകടനം മാത്രമല്ല ബലികർമ്മം. മറിച്ച് ആ ബലികർമ്മം വഴി
പതിനായിരക്കണക്കിന് മനുഷ്യരെ തീറ്റുവാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് എന്നുള്ളതാണ്. ബലിയിലൂടെ ഉണ്ടാകുന്ന ഭക്ഷണം, മാംസം, ഇതൊന്നും പടച്ചവന്റെ അടുത്തേക്ക് എത്തുകയല്ല. ഇസ്ലാം ബലികർമ്മം എന്ന് പറയുമ്പോൾ ആ ബലിയിലൂടെ ഉണ്ടാകുന്ന ആ മനസ്സാന്നിധ്യം, ആ ബലിയറുക്കുമ്പോൾ ഉള്ള ഈ എൻ്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ചെലവഴിച്ച ഒന്നിനെ പാവപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അതിൻ്റെ മാംസം വീതിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ ബലിയറുക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ത്യാഗസന്നദ്ധത പടച്ചവനിലേക്ക് എത്തുന്നു. ഈ ഭക്ഷണമോ പാവപ്പെട്ടവനിലേക്ക് എത്തുന്നു. നമ്മൾ അറിയേണ്ടത്, ലോകത്ത് ഹജ്ജിനോടനുബന്ധിച്ച് ബലിയറുക്കുന്ന ഭക്ഷണം, ബലിയറുക്കുന്ന ആ ബലിമൃഗങ്ങളുടെ ഭക്ഷണം കൊണ്ട് മാത്രം ഒരു വർഷമെല്ലാം പൂർണ്ണമായും ഭക്ഷണം കഴിക്കുന്ന, എല്ലാ ഭക്ഷണവും എന്നല്ല ഞാൻ പറയുന്നത്, കറി വെച്ച് ഉണക്കി കഴിക്കുന്ന എത്രയോ ആഫ്രിക്കൻ നാടുകളുണ്ട്. അപ്പൊ അതിൻ്റെ മാനുഷികമായ വശം അതാണ്. ലോകത്ത് ഈ കഴിവുള്ള ആളുകൾ ബലിയറുക്കുമ്പോൾ ആ ബലി വഴി അവരുടെ ഹൃദയ സാന്നിധ്യവും അള്ളാഹുവിനുള്ള പടച്ചവനുള്ള സമർപ്പണവും ഉണ്ടാകുന്നു, അതിൻ്റെ പ്രകടനം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ അത് പാവപ്പെട്ടവർക്കുള്ള മാസങ്ങളോളമുള്ള വലിയ ഭക്ഷണത്തിനുള്ള കാരണമായി മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇസ്ലാമിലെ ബലിയുടെ അടിത്തറ. ഇത് നമ്മൾ ജീവികൾ, ഈ ബലി അറുക്കുന്ന ജീവികൾ എന്ന് പറയുന്നത് ആടും മാടുകളുമാണ്. ഇവയെ നമ്മൾ കൊല്ലാതെ വിട്ടാൽ എന്തായിരിക്കും അവയുടെ അവസ്ഥ എന്ന് കൂടി നമ്മൾ പരിശോധിച്ച് നോക്കുക. ബലിയറുക്കാതെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കാതെ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ ജീവികളെല്ലാം പലപ്പോഴും പുഴുത്ത് പ്രയാസപ്പെട്ട് ദുരിതത്തിൽ മരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് വലിയ പ്രയാസം. മനുഷ്യനെ പോലെയല്ലോ, അതിന് ഒരു ഇത് കഴിഞ്ഞാൽ അത് സംരക്ഷിക്കാനൊന്നും മനുഷ്യനില്ലല്ലോ. മറ്റുള്ള വാർദ്ധക്യത്തിലുള്ള ആളുകൾ അല്ലെ സംരക്ഷിക്കാൻ വേണ്ടി യുവാക്കൾ തയ്യാറാകുന്നില്ലല്ലോ. അവിടെ അത്തരം ജീവികളെ സത്യത്തിൽ അവിടെ കാരുണ്യമാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താന്ന് വെച്ചാൽ ആ ജീവികളെ മനുഷ്യർക്ക് ഉപയോഗപ്പെടുത്തുന്നു, പാവപ്പെട്ടവർക്ക് ഉപയോഗമാകുന്നു. ഇതാണ് അതിലെ അടിത്തറ എന്ന് മനസ്സിലാക്കുന്നത്. ഉപചോദ്യം ഇല്ലെങ്കിൽ എനിക്ക് കൺക്ലൂഡ് ചെയ്യണം. പ്രവാചക സ്നേഹത്തിൻ്റെയും കാരുണ്യത്തെയും കുറിച്ച് പറയുന്നിടത്ത് പ്രവാചകൻ്റെ കാലത്ത് ഈ മൃഗബലി അനുവദിച്ചിരുന്നോ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ പ്രവാചകൻ്റെ ആ പാതയിൽ തന്നെ അന്ന് തന്നെ മൃഗബലി പ്രവാചകൻ അതിനെ അംഗീകരിച്ചിരുന്നോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നോ എന്നുള്ള രീതിയിലാണ് എൻ്റെ സംശയം. അതിന് എന്താണ് അതിൻ്റെ കാരുണ്യം എന്നാണ് ഞാൻ വിശദീകരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് മൃഗബലി മാത്രമല്ല, മൃഗങ്ങളെ കൊന്നു തിന്നാൻ പ്രവാചകൻ അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഭക്ഷണത്തിന് വേണ്ടി അല്ലാതെ ഒരിക്കലും മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. മൃഗങ്ങളെ കൊല്ലുന്ന സന്ദർഭത്തിൽ അവക്ക് മിനിമം വേദന മാത്രം അനുഭവിക്കുന്ന ഇസ്ലാമികമായ ഇത് അറുക്കൽ രീതി നിങ്ങൾക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും. ആദ്യം തന്നെ ഈ ജൂഗുലാർ വെയിനാണ് അറുക്കുക. അതിൻ്റെ വേദന, തലച്ചോറിൽ വേദന എത്തുന്ന വെയിൻ ആദ്യം മുറിച്ചിട്ടാണ് ശരീരത്തെ മുറിക്കുക. അപ്പോൾ അത് വേദന വളരെ മിനിമം മാത്രം അനുഭവിക്കുന്ന രൂപത്തിലുള്ള, അതോടൊപ്പം തന്നെ രക്തം പരമാവധി പുറത്തു പോകുന്ന രൂപത്തിലുള്ള ഒരു അറവ് രീതിയാണ്. അതും പ്രവാചകൻ നിർദ്ദേശിച്ചത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക.